പിടിക്കടാ. നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവാതെ. എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യും. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ബാഗ് നമ്മളെ വണ്ടിയിൽ നിന്ന് മാറ്റണം. അതത്ര സേഫല്ല. ഇനി അത് തേടി വീണ്ടും ആൾക്കാർ നമ്മുടെ പുറകെ ഉണ്ടാവും. അവിടെ നിന്ന് എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെടാതാണ് നമ്മൾ. ഇനി അത് ആവർത്തിക്കണമെന്നില്ല. എന്തായാലും നീ എന്നെ വിളി. രാവെന്നോ പകലൊന്നും നോക്കണ്ട. ധൈര്യമായിട്ടിരിടാ. ഞാനല്ലേ നിൻ്റെ കൂടെ. ഗ്രാമല്ലേ പ്രതി നേരത്തെ മോഷ്ടിച്ച് ഒളിപ്പിച്ച് വെച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വന്നത്. ഇയാൾ കണ്ടത് ഇവനെ തന്നെയാണോ? അതെ. എന്തിനാണോ ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയത്? ടീച്ചറെ, ഞാൻ ടീച്ചറാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ടീച്ചർ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച നന്ദുവാണ് ഞാൻ. നീയോ? അല്ലേലും ചെറുപ്പം മുതലേ നിനക്ക് മോഷ്ടിച്ചേനല്ലേ ശീലം? ഇതിന് മാത്രം ഞങ്ങളെ ദ്രോഹിക്കാൻ ഞങ്ങൾ എന്റെ തെറ്റാണ് നിന്നോട് ചെയ്തത്? പറടാ, എന്തിനായിരുന്നടാ നീ എന്റെ മോനുണ്ട്? എന്തിനായിരുന്നടാ നീ എന്റെ മോനുണ്ട്? പറടാ, പറടാ. ഗായത്രിയെങ്കിലും ഒന്ന് വിശ്വസിക്ക്. എന്റെ ചേട്ടായി ഒരിക്കലും ചേച്ചി വേദനിപ്പിക്കില്ല. ചേച്ചിക്ക് ഇത് ഓർമ്മയുണ്ടോ? ഇത്രയും നാളും അവനീ പേന കൊണ്ടടന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ. വന്നെങ്കിൽ പോലീസുകാരോട് പറഞ്ഞത് എനിക്ക് തന്നോടും പറയാനുള്ളൂ. ഞാനതെടുത്തിട്ടില്ല. ആ ബാഗ് തനിക്കെങ്ങനെ കിട്ടിയെന്ന് രാധേച്ചനോട് പറഞ്ഞു. അറിയാതെയാണെങ്കിലും ഞാൻ കാരണം തൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അറിഞ്ഞുകൊണ്ടും ഞാൻ കാരണം തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയാ. അതിലും വലുതായിട്ടൊന്നുമില്ലല്ലോ. ഗായത്രി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്നത്തെ സ്കൂളിലെ പേന നഷ്ടം നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ്. ഇതൊക്കെ ആരാ ചെയ്തെന്ന് അറിയുന്നവരെ ഞാനതിൻ്റെ പിന്നാലെ. സർപ്രൈസ്. എന്താ ഇവിടെ? ഞാൻ ഇന്നലെ മുതൽ ഇവിടുത്തെ സ്റ്റേഷനിലെ ചാർജ് എടുത്തു. ഹരീഷിന് പകരം. ആണോ? എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും. അല്ല, വരുന്ന കാര്യം നീ എന്താ വിളിച്ചു പറയാഞ്ഞേ? ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയാലോ. ഇതിനിടയിൽ താൻ അവനെ കാണാൻ പോയത് എന്തിനാ? വാട്ട് ഹാപ്പൻ സഡൻലി? ഐ നീഡ് യുവർ ഹെൽപ്പ്.
അരുണിൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണോ ഇത്രയും സ്വർണം വാങ്ങി വെച്ചത്? ഏയ് അവർക്കങ്ങനെ ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ചോദിക്കാതെ ഇത്രയും സ്വർണം വാങ്ങി വയ്ക്കുകയും ചെയ്യും. അവസാനമൊക്കെ ആമ്പിള്ളേർ തലയിലും ആവും. എന്തെങ്കിലും സംഭവിച്ചാൽ ജയിലിലും പോകും. പറഞ്ഞില്ല ഇത് ചെയ്ത നന്ദു അല്ലാന്ന്. നന്ദുവല്ലായിരിക്കാം, വിക്രമനായിക്കൂടെ? അയാൾക്ക് ഒരുപാട് ബാധ്യതയ്ക്കുള്ള ആളല്ലേ? അയാൾ ഒളിപ്പിച്ച സ്വർണം നന്ദു കണ്ടുപിടിച്ചതായിക്കൂടെ? അതുമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് വിക്രമന്റെ ഫോൺ നിങ്ങളുടെ ടവർ ലൊക്കേഷനിൽ ആക്റ്റീവുമായി. മനുഷ്യനല്ലേ, ഒരു തെറ്റൊക്കെ പറ്റാം. ജാമ്യം എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഗായത്രിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ടത്. അല്ലേ? അല്ല, നന്ദു ടെൻഷനൊന്നും വേണ്ട. നന്ദുവിൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള യാത്രയിൽ ഞങ്ങളുണ്ടാവും. അല്ലേ? അതെ. ആ, കയറിക്കോളും, കയറിക്കോളും. ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മാത്രം പോരല്ലോ. ഗായത്രിയുടെ അച്ഛനെ കൊന്നതാരാ? ഈ ബാഗിൽ നിന്ന് സ്വർണ്ണം ഇവിടെ പോയി? ഇതൊക്കെ ചെയ്തതാരാ? ഇതിനൊക്കെയുള്ള ഒത്തിരി അറിയണ്ടേ? അതിനല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അല്ല ഗായത്രി, കൂൾ. വാ പോവാം. ഗായത്രി വാ പോവാം. സാർ ബില്ല്. ഫെലിക്സിന് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ആക്ച്വലി അവൻ്റെ കൂടെ ഒരു ആൾ കൂടി ഉണ്ടായിരുന്നു. അയാളെ കുറിച്ച് എന്തെങ്കിലും? എനിക്കൊന്നും അറിയത്തില്ല. വാ പോവാം. എന്ത് പറ്റി? എന്തേ? പോകാന്ന്. എന്ത്? ഗായത്രി സാറേ, ഒരു മിനിറ്റ്. സാറേ, ഇതാണോ അന്വേഷിച്ചു വന്നത്? ഇതാ എൻ്റെ അല്ലേ സാറേ? ഞങ്ങൾക്കിത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണ്, അവൻ്റെ ബിലോങ്സിൻ്റെ കൂടെ. എൻ്റെ ചേട്ടൻ ചേച്ചിക്കും എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്.